കൂടി വയനാട്ടിലേക്ക് പോവുകയാണ്. സുർജിത്ത് ചുരൽമലയിൽ തുടരുന്നുണ്ട്. സുർജിത്ത്, വയനാട്ടിൽ ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ ജാഗ്രത വേണം വയനാട് ആകെ തന്നെ. ഈ മുണ്ടക്കൈ മേഖലയിൽ അവിടുത്തെ എസ്റ്റേറ്റുകളിലേക്കൊക്കെ പോയ തൊഴിലാളികളെ മുഴുവൻ പേരെയും തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ പറഞ്ഞിരുന്നു അവരവിടെ ആദ്യം എത്തി ജീപ്പുകളിലൊക്കെ പരമാവധി പേരെ കൊണ്ടുവന്നു എന്ന് ഈ മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. മുഴുവൻ പേരെയും അവിടെ നിന്ന് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റപ്പെട്ടു എന്ന അവസ്ഥയിൽ ആരും ഇപ്പോഴില്ലല്ലോ അവിടെ, അല്ലേ? ഇല്ല വിജയകുമാർ, പൂർണ്ണമായും തൊഴിലാളികളെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ജീപ്പ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടുകാരും ഒപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും ചേർന്നാണ് ആളുകളെ പൂർണ്ണമായും ഇക്കരയ്ക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അട്ടമല പ്രദേശത്തൊക്കെ പശുക്കളെയൊക്കെ വളർത്തി ജീവിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ നിലവിലുണ്ട്. ഇവിടെ മാത്രമല്ല, ഇപ്പോൾ വയനാട്ടിൽ മൊത്തത്തിൽ മഴയുടെ സാഹചര്യം കുറച്ച് വലിയ തോതിലേക്ക് മാറുന്നൊരു സ്ഥിതിയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. കുറച്ചുകൂടി വിവരങ്ങൾ നൽകാനുണ്ട്. തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാട് പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. വ്യാപകമായ മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ണാടി അമ്മദ്, നൊട്ടൻ റിയാസ് എന്നിവരുടെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. വീടുകളിൽ മണ്ണും ചെളിയും നന്നായി കയറിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ VK നാസർ എന്നയാളുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം കൂടംകുന്ന് കാരച്ചാൽ റോഡ് മണ്ണിടിഞ്ഞ് വീണ് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെ വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് തവിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിൽ ഭീഷണി ഒക്കെ നിലനിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വയനാട് മാറുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ആശങ്ക രൂപപ്പെടുന്നുണ്ട്. നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച അവസ്ഥ. പക്ഷേ ഇന്നത്തെ മഴ ഒരു അസാധാരണ മഴയായി തന്നെ തുടരുകയാണ്. കാരണം കനത്ത രീതിയിലുള്ള മഴപ്പെയ്ത്താണ് പ്രത്യേകിച്ച് ഈ മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. ഇവിടെ മഴ അസാധാരണമായ രീതിയിൽ തന്നെ പുഴയിൽ വെള്ളം കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് ആ സാഹചര്യം നമ്മൾ ഇവിടേക്കുള്ള വഴിയിലാണ് ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടൽ സാഹചര്യം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം ലഭ്യമാവുന്നത്. എന്തായാലും അത് ഉരുൾപൊട്ടലല്ല എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ആ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. നമുക്ക് ആ പുഴയുടെ ദൃശ്യങ്ങൾ കൂടി ഒന്നുകൂടി കാണിക്കാം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ പുഴയിലെ ആ ബെയിലിപ്പാലത്തിനപ്പുറത്തേക്ക്, അതായത് ബെയിലിപ്പാലത്തിനപ്പുറത്തേക്ക് മുണ്ടക്കൈയിലേക്കും അട്ടമലയിലേക്കും തിരിയുന്ന 2 റോഡുകൾ, ആ റോഡ് പൂർണ്ണമായും വെള്ളക്കെട്ടിലായിരുന്നു നേരത്തെ. അതായത് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന റോഡ് പൂർണ്ണമായും വെള്ളക്കെട്ടിലായിരുന്നു. അട്ടമല റോഡിലും സമാനമായ രീതിയിൽ തന്നെ വെള്ളം കയറിയിരുന്നു. ആ വെള്ളം പതുക്കെ വലിയുന്നുണ്ട്. അതായത് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിലേക്കുള്ള വെള്ളം പൂർണ്ണമായും വലിഞ്ഞിട്ടുണ്ട്. ഈ നീരൊഴുക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് അതിന് കുറവ് വരുന്നുണ്ട്. അതൊക്കെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കാരണം വലിയ ഭീതി, പെട്ടെന്ന് ഇങ്ങനെ ഒരു മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ ഉണ്ടായ ഒരു അവസ്ഥയിൽ വലിയ ഭീതി ഉണ്ട്. ഇതിൻ്റെ താഴെ, അതായത് ബേലിപ്പാലം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ബീമടക്കം നിർമ്മിച്ചിരുന്നു. അതൊക്കെ വിണ്ട ഒരു സ്ഥിതി കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന. ഒരു നെറ്റിട്ട് അതിനകത്ത് കല്ല് ഫില്ല് ചെയ്ത് ഒരു കോൺക്രീറ്റ് വാർപ്പ് നിർമ്മിതി നടത്തിയിട്ടുണ്ട് ബേലിപ്പാലത്തെ ബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി. പക്ഷേ അതിൻ്റെ ഒരു ഭാഗം വിണ്ടിട്ടുണ്ട്. അത് വീണ്ടും വിണ്ടിട്ടുണ്ട്. നേരത്തെ വിണ്ടതായിരുന്നു. ആ ഭാഗം വീണ്ടും വിണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ ഇപ്പോൾ കഴിയുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ആശങ്കയുടെ പശ്ചാത്തലമാണ്. ആ ആശങ്കയുടെ പശ്ചാത്തലത്തിന് കാരണം ഇവരുടെ ജീവിതാവസ്ഥ തന്നെയാണ്. ഇവരുടെ ജീവിതാവസ്ഥ എന്ന് പറയുമ്പോൾ പലർക്കും തൊഴിലില്ലാത്ത ഒരു സാഹചര്യം, ആ തൊഴിലില്ലാത്ത സാഹചര്യമുണ്ട്. പലർക്കും ധനസഹായം നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ആളുകളെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കണം എന്നുള്ള ആവശ്യം നേരത്തെ ഉയരുന്നുണ്ട്. ആ നടപടി ഉണ്ടാകണം എന്നുള്ള ആവശ്യം, അതിലേക്ക് കടക്കണം എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ധനസഹായം നിർത്തലാക്കിയ നടപടി അത് ഒഴിവാക്കണം. അത് പൂർണ്ണമായും ധനസഹായം പുനഃസ്ഥാപിക്കാനുള്ള തരത്തിലേക്ക്, അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം കൂടി നാട്ടുകാരെല്ലാം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ തഹസിൽദാരും സ്പെഷ്യൽ ഓഫീസറും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരോട് നമ്മൾ നേരത്തെ സംസാരിച്ച ഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, എല്ലാ കാലത്തും ഇങ്ങനെ ആളുകളെ മഴ പെയ്യുന്നു, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്നു, അങ്ങനെ ഒരു സ്ഥിതി കഴിയില്ല. പൂർണ്ണമായ പുനരധിവാസം അത് തന്നെയാണ് വേണ്ടത് എന്നുള്ള തരത്തിലേക്ക് ജനപ്രതിനിധികളും എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ശരി, സുർജിത്ത് സൂചിപ്പിച്ചതുപോലെ വയനാട്ടിൽ പലയിടത്തു നിന്നും ഈ മണ്ണിടിച്ചിലിൻ്റെ ഒക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. തവിഞ്ഞാൽ പഞ്ചായത്തിലെ 2-3 വീടുകളിൽ 2-3 സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിൻ്റെ വിവരം കൂടി സുർജിത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. അസാധാരണമായ മഴ ചില മേഖലകളിൽ പെയ്യുന്നു എന്നാണ് സുർജിത്ത് പറയുന്നത്. അപ്പോൾ വലിയ ജാഗ്രത വേണം ആ മേഖലയിൽ എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് നമ്മൾ.